ഹലോ ഗൈസ്, മൈൻക്രാഫ്റ്റ് സർവൈവൽ സീരീസിന്റെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഇപ്പം കുറച്ച് ദിവസമായി വീഡിയോ ഇട്ടിട്ട് എല്ലാ തവണത്തെ പോലെ ഞാൻ ചുമ്മാ ഇരിക്കുമായിരുന്നു. എനിക്ക് വീഡിയോ ഇടാൻ ഒരു മൂഡില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ വീഡിയോ ഇടാൻ. അപ്പം ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു XP ഫാമാണ്. XP ഫാം എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലെയല്ല, ഒരു സ്പോൺ വെച്ചുണ്ടാക്കുന്ന XP ഫാം. അതിന് മുമ്പ് ഞാൻ എൻ്റെ ബേസിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. അതൊക്കെ ഞാൻ കാണിച്ചുതരാം. ഞാൻ എൻ്റെ ബെഡ്റൂമിൻ്റെ തീം ഒന്ന് മാറ്റി ലഷ് കേവ് മോഡൽ ടൈപ്പ് ഒന്ന് ആക്കിയിട്ടുണ്ട്. ഈ ഭാഗം കൂടി ചെയ്യാനുണ്ട്. അത് ഇനി അടുത്ത വരുന്ന ദിവസം അത് ചെയ്യാൻ പറ്റുള്ളൂ, കാരണം ഇതിലെ സാധനം തീർന്നു പോയി. അതുകൊണ്ട് അടുത്ത ദിവസം ഇത് ചെയ്യും. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്കെൽട്ടൺ XP ഫാമാണ്. അപ്പോൾ അതിൻ്റെ വേണ്ട സാധനങ്ങൾ ഞാൻ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ചൊരു 4-5 സ്റ്റാക്ക് സ്റ്റോൺ ബ്രിക്ക്, 2 വാട്ടർ, കുറച്ച് ചെസ്റ്റ്, കോപ്പർ, പിന്നെ കുറച്ച് വുഡ്, ലൈറ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ. ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് സ്കെൽട്ടൺ XP ഫാം ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് പൊട്ടിച്ചെടുത്തിട്ട് ഉണ്ടാക്കുന്ന സ്ഥലത്തേക്ക് പോവാം. ഈ സ്പോൺ എന്ന് പറഞ്ഞാൽ അധികം ദൂരമൊന്നുമല്ല എൻ്റെ ബേസിൽ നിന്ന്. ഇത് തൊട്ടടുത്ത് തന്നെയാണ് സ്പോൺ കിട്ടിയിരിക്കുന്നത്. ഏകദേശം ഞാൻ അവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എന്താ അവിടെ ഇതിൻ്റെ അടിയിലാണ് സ്പോൺസർ. ഇതിൻ്റെ അടിയിൽ പോയാണ് നമ്മൾ ഇന്ന് ബിൽഡ് ചെയ്യാൻ പോകുന്നത്. ഈ സ്കെൽട്ടൺ XP ഫാം ആകുമ്പോൾ നമുക്ക് തന്നെ കുറെ ബോണും കിട്ടും, ആരോ ഒക്കെ കിട്ടും. അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ഉപകാരമാണ്. അപ്പം നമുക്കിപ്പം ഈ വെള്ളം വരുന്ന വഴി അങ്ങ് അടച്ചിട്ടുണ്ട്. എവിടെയോ ഒരു കേവ്, ഇതിൻ്റെ അകത്തെ കേവ് എല്ലാം കൂടി നമ്മൾ ലൈറ്റ് ചെയ്യാം. ലൈറ്റ് ചെയ്തിട്ട് കാര്യമുണ്ടോ എനിക്കറിയില്ല, എന്നാലും സ്പോൺ വെയിറ്റ് കൂടുതലായിരിക്കും. കേവ് എല്ലാം ലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടേക്ക് ഈ ബാക്കി ബ്ലോക്ക് പൊതിച്ചളയാം. ഇത് ഞാൻ കണ്ടുപിടിച്ച സമയത്ത് ഞാൻ വച്ചിരുന്നതായിരുന്നു. കാരണം വെച്ചാൽ എൻ്റെ സ്കെൽട്ടൺ അടിച്ച് കൊല്ലാൻ വേണ്ടി വന്നപ്പോഴത്തേക്കും നമുക്കിവിടുന്ന് കാര്യമായിട്ട് ജസ്റ്റ് വലിയ കാര്യമൊന്നും കിട്ടിയിട്ടൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് നമുക്ക് ഉപകാരമുള്ളതൊന്നും അത്ര ഇല്ലായിരുന്നു. അപ്പോൾ നമുക്ക് ഇനി ഫാം ഉണ്ടാക്കാം. ബേസ് സ്പോണിന്റെ ഫ്രണ്ടിൽ നമ്മൾ ആദ്യമേ ഇത് വെച്ചിട്ടുണ്ട്, ടോർച്ച് ചെയ്ത് നമുക്ക് ഇനി സ്പോൺ ആവാത്ത രീതിയിൽ. ഇനി ഇവിടുന്ന് ഈ സൈഡിൽ നിന്ന് 4 ബ്ലോക്ക് അങ്ങോട്ടും മൈൻ ചെയ്ത് പോകണം. ഇവിടുന്ന് അങ്ങോട്ടും അവിടുന്ന് അങ്ങോട്ടും ഈ 4 സൈഡിൽ നിന്നും 4 ബ്ലോക്ക്. ഇവിടെ നമ്മൾ 2 ബ്ലോക്കും കൂടി പൊട്ടിക്കാനുണ്ട്. 1, 2, 4. ഇനി ഈ 4 ബ്ലോക്ക് ഇപ്പറയുന്ന പൊട്ടിക്കണം. അതായി ഇനി 1, 2, 3 ഇവിടെ 1 ബ്ലോക്ക് പൊട്ടിച്ചാൽ. ഇനി ഇവിടുന്ന് ഈ സ്പോണിന്റെ അടിയിൽ നിന്ന് 2 ബ്ലോക്ക് കൂടി പൊട്ടി. അങ്ങനെ അത് പൊട്ടിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ മൊത്തം ഈ ഭാഗം ഫുള്ള് മൈൻ ചെയ്തെടുക്കണം. അപ്പം ഞാൻ മൈൻ ചെയ്തിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. അങ്ങനെ ഇത് മൊത്തം മൈൻ ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ. ഇനി അടുത്ത് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, നമ്മൾ ഈ 2 വാട്ടർ ബക്കറ്റ് എടുക്കുക. 2 വാട്ടർ ബക്കറ്റ് എടുത്തിട്ട് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് പോയിട്ട് വെള്ളം ഇവിടെ നിറച്ച് അങ്ങനെ ഒഴിക്കുക എന്നാണ്. പക്ഷെ നമുക്ക് പോവേണ്ടത് നമുക്ക് ഈ കില്ലിങ് ഏരിയ വരേണ്ടത് ഈ ഭാഗത്തും അല്ലെങ്കിൽ ഈ ഭാഗത്ത് എവിടെയെങ്കിലും ആയിരിക്കണം. അപ്പം അതിനനുസരിച്ചിട്ടുള്ളത് വേണം നമുക്ക് പണിയാൻ. ഇവിടെ നിന്ന് ഇങ്ങോട്ടേ വെള്ളം പോകാം. അതിനൊരു വെള്ളം ഒരു ബക്കറ്റ് വെച്ച്, പിന്നെ ഒരു ബക്കറ്റ്, പിന്നെ ഇവിടെ ഒരു ബക്കറ്റ്, ഇവിടെ ഒരു ബക്കറ്റ്, ഇവിടെ ഒരു ബക്കറ്റ്, ഇവിടെ ഒരു ബക്കറ്റ്. ഇനി ഈ വെള്ളം എല്ലാം ഒഴുകി വന്നിട്ട് ഈ ഒരു ബ്ലോക്കിൻ്റെ അവിടെ ഒന്ന് നിൽക്കും. എന്നിട്ട് ഈ ബ്ലോക്കിൻ്റെ അവിടെ നിന്ന് ഒരു 2 ബ്ലോക്ക് താഴേക്ക് ഒഴിക്കുക. അവിടെ 2 ബ്ലോക്ക് താഴത്തേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി അവിടെയും പോയി വെള്ളം ഒഴിക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് വെള്ളം എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ഒഴിക്കുക. അപ്പം ഇത് ഒഴുകി ഇവിടെ വന്നത്. ഇവിടുന്ന് നമുക്ക് താഴേക്ക് വന്ന് 4 ബ്ലോക്ക് മതിയോ? എന്നിട്ട് ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഒരു മുറി ഉണ്ടാക്കണം. അപ്പോൾ ഇവിടെ ആയിരിക്കും നമ്മുടെ കില്ലിങ് ഏരിയ. അപ്പം അതിനായിട്ട് നമ്മൾ ആദ്യം ഇവിടെ ഒരു ജസ്റ്റ് വെച്ചിട്ട് ഈ ബ്ലോക്ക് പൊട്ടിച്ച് മാറ്റി ഇവിടെ ഒരു ഹോപ്പർ വെച്ചിട്ടുണ്ട്. ഇനി ഇടുമ്പം അവിടെ പോകുന്നു. അപ്പം അത് ശരിയായി. ഇവിടെ നിന്നായിരിക്കും നമ്മൾ ഇനി കില്ല് ചെയ്യാൻ പോണേ. ഇവിടെ ആയിരിക്കും നമ്മൾ കില്ലിങ് ഏരിയ വരാൻ പോണേ. അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് വേണ്ടത് ഇവിടെ നമ്മളൊരു മുറി പൊട്ടിച്ചെടുക്കണം. എന്നിട്ട് ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഒരു 6 ബ്ലോക്കും പൊട്ടിക്കാം. ഈ ബ്ലോക്കിൽ നിന്ന് 2, 3 ആയി. ഇപ്പം 4, 5, 6. എന്നിട്ട് ഇത് മൊത്തം പൊട്ടിച്ചിട്ട് ഒരു മുറിയാക്കിയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. അങ്ങനെ ഈ റൂം മൊത്തം പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യണം. ഡെക്കറേറ്റ് ചെയ്യാൻ എനിക്ക് അറിയാമെന്ന് ചോദിച്ചാൽ എനിക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ അധികമായിട്ടൊന്നും അറിയത്തില്ല. എന്നാലും എന്നെ കൊണ്ട് പറ്റുന്ന രീതി ഈ മുറിനെ
ഒരു മുറിയായി എടുത്ത് ഇപ്പം 3 ബ്ലോക്കേ പൊട്ടിച്ചിട്ടുള്ളൂ കേട്ടോ. ബാക്കിയാണ് പൊട്ടിച്ചിട്ട് ഇതും കൂടി പൊട്ടിച്ചിട്ട് ഈ റൂമും ഡെക്കറേറ്റ് ചെയ്തിട്ട് നിങ്ങളെ അപ്പം അപ്ഡേറ്റ് ചെയ്യിക്കാം. അങ്ങനെ കുറെ നേരത്തെ പരിശ്രമത്തിലൂടെ ഞാൻ എൻ്റെ ബേസ് ശരിയാക്കിയിട്ടുണ്ട്. ബേസ് അല്ല, സ്കെൽട്ടൺ ഫാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ കമന്റ് ചെയ്യുക. ഇനിയിപ്പോൾ ഞാൻ ഇപ്പം ചത്തുപോകും. അയ്യോ പറ്റില്ല. ഇവിടെ കുറെ ജസ്റ്റ് എല്ലാം വെച്ചിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ രണ്ട് പെയിന്റിങ്, ഇവിടെ കുറെ ഒരു 6 ഡബിൾ ജസ്റ്റ് അപ്പറയും ഇപ്പറയും. പിന്നെ ഇവിടെ മണ്ടേ താപ്പിറക്കി വെച്ച് സൂപ്പറാക്കിയിട്ടുണ്ട്. ഇപ്പം എനിക്ക് ഇനി ഇവിടെ വന്നിട്ട് ഈ സ്കെൽട്ടനെ വന്നതിൻ്റെ കൊല്ലാം. ഇപ്പം എനിക്ക് മറ്റേ ബോൺ ഡ്രോപ്പ് ചെയ്തോളും, എക്സ്പീരിയൻ ഡ്രോപ്പ് ചെയ്തു. കുറച്ച് ഞാൻ AFK എന്നിട്ട് പടത്തോടെ നിന്നപ്പം കിട്ടിയതാണ് ഇത്ര സാധനം. ആറമ്പറൊക്കെ ഉണ്ട്, അതിൻ്റെ ഒന്നും നമുക്ക് ആവശ്യമില്ല. ബാക്കി സാധനം എല്ലാം കൂടി ലോഡ് ചെയ്തിട്ട് വെച്ചാൽ മാത്രം മതി. അപ്പം ഞാൻ ഒരു 5 മിനിറ്റ് ഇവിടെ ഒരു 5 മിനിറ്റ് AFK എന്നിട്ട് നിങ്ങളെ ഞാൻ അറിയിക്കാം. കുറച്ച് നേരം ഞാൻ ഇവിടെ AFK നിന്ന് അപ്പം എനിക്ക് ഇത്രയും കിട്ടി. കുറച്ച് 40 ബോണും കുറച്ച് കിട്ടി. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ സ്പോൺ ആയിരിക്കുന്ന സ്കെൽട്ടൻ എല്ലാം ഒരുമിച്ച് വീഴുന്നില്ല. കുറെ സ്കെൽട്ടൻ ഇപ്പം മണ്ണ് ഇപ്പം ഇവിടെ 3 എണ്ണല്ലേ ഉള്ളൂ. ബാക്കി കുറെ 5-6 മുകളിൽ സ്റ്റക്കായിരിക്കുക. എനിക്ക് തോന്നിയിട്ട് ഒരു ബ്ലോക്ക് കൂടി താഴേക്ക് ആക്കുവാണെങ്കിൽ അത്ര കുറച്ചുകൂടെ പെട്ടെന്ന് നമുക്ക് കില്ല് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഞാൻ അതും കൂടി ഒന്ന് ശരിയാക്കിയിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യിക്കാം. 10 മിനിറ്റ് കഴിഞ്ഞു. അപ്പം എനിക്ക് കിട്ടിയത് ഇത്ര സാധനങ്ങൾ കിട്ടി. പിന്നെ ഈ സാധനം കുറച്ച് ഇറക്കി പണിതു. കുഴപ്പമില്ലാത്ത രീതിയിൽ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റ.